ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫെയറിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാനിത് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. അപ്പൊ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ക്ലാസ് ഒക്കെ നിർത്തിപ്പോയി എന്നില്ല കേട്ടോ ഗൈസ്, ഞാൻ ക്ലാസ് ഒന്നും നിർത്തിയിട്ടില്ല. നമ്മളിതാ വീണ്ടും ഇന്ന് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. എന്റെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. യൂസ്ഫുൾ ആവണുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് 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 താങ്ക്സ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫെയറിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പടുത്തിടെ എവിടെ ഏത് ജില്ലയിലാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഓർത്തു വെക്കട്ടാ, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ കണ്ടെത്തി. നെക്സ്റ്റ്, ദിവ്യപ്രഭ. ആരാണ്? ദിവ്യപ്രഭ, കനിക്കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന ഫിലിം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർഡർ പുരസ്കാരം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. അപ്പൊ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ എന്ന് ചോദിച്ചാൽ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അഭിനയിച്ച മലയാളികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ദിവ്യപ്രഭ, കനിക്കുസൃതി എന്നൊക്കെ ഓർത്തു വെക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ്, 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഏതിലാണ്? 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. അപ്പൊ ബാക്കിയുള്ളതും കൂടി പഠിച്ചു വെക്കുക. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന 3ാമത്തെ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. സുനിൽ വത്സൻ ആദ്യത്തെ ആള് 1983 ഏകദിന ലോകകപ്പ്. രണ്ടാമത്തെ ആൾ ആരാണ്? എസ് ശ്രീശാന്ത് 2007 2020 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ആരൊക്കെയാണ് അപ്പൊ 3 പേര്? സഞ്ജു സാംസൺ, സുനിൽ വത്സൻ, എസ് ശ്രീശാന്ത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആരായിരുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കര്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടാ. ഓക്കെ, ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇനി എല്ലാവർക്കും കിട്ടില്ലേ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നെക്സ്റ്റ്, 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ആരായിരുന്നു? നമ്മുടെ കുമാരനാശാൻ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഓർത്തു വെക്കട്ടെ. അപ്പൊ കുമാരനാശാനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കാം. 6th one, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ് 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി. അപ്പൊ ധനകാര്യ കമ്മീഷൻ, ഓരോ ധനകാര്യ കമ്മീഷനും അതിൽ അംഗമായ മലയാളികളൊക്കെ ആലോചിച്ചു വെക്കാം. ഓക്കെ, 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ്, മറന്നു പോകരുത്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ക്ലിയർ? നെക്സ്റ്റ്, സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും
നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. എന്താണ്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. 10th one, G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറൈൻ ഡ്രൈവ്, കൊച്ചിയിലാണ് നമ്മുടെ മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മറൈൻ ഡ്രൈവ്, കൊച്ചി. അപ്പൊ ഇന്നത്തെ 10 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. എല്ലാവരും പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. നമ്മൾ അടുത്ത മലയാളം ശൈലികളുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളവും കറണ്ട് അഫെയറും ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.